ഞങ്ങൾ ഫാമിലി ആയിട്ട് തിണ്ണക്കര ഐലൻഡിലേക്ക് പോയതാണ്. അപ്പം എല്ലാ സെറ്റപ്പും ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. ഭക്ഷണത്തിനുള്ള പാത്രങ്ങളും മറ്റൊക്കെ എല്ലാം ഞങ്ങൾ കൈമാറി ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച എങ്ങനെയാണ്? ഫുള്ളി വേസ്റ്റുകൾ ഇവിടെ, പ്ലാസ്റ്റിക്സ്. ഇവിടെ താമസിക്കുന്ന ഒരു ഇക്കാരോട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. നമ്മ ഈ ഇതില്ലേ അതിന് പ്ലാസ്റ്റിക്സ് കണ്ടി കുപ്പ പോലെ ഉണ്ട്. ഇപ്പം ഇതിപ്പം അവർ എഞ്ചി വലിയിട്ട് അവർ കുവാ ഹെന്നി അവരവിടെ പറഞ്ഞത് കുവാ എന്നിട്ട് ഡി സി കൂടി പോയി നേരിട്ട് പറഞ്ഞ പിന്നെ ഇവിടെ GM പോയി ഡി സി കൂടി പറഞ്ഞ എന്നിട്ട് അതവളെ നമ്മ പണിയാ ഇല്ല. അപ്പം എന്നിട്ട് റിയാക്ഷൻ എടുത്തില്ലേ? ഇനി പരിപാടി നടന്നല്ല പിന്നെ ശരി. കുവാക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധം കൊണ്ടില്ല, ഇങ്ങനെ ആകാൻ പാടില്ല. എത്ര വൃത്തിയാല ഒരു വൃത്തിയുണ്ട പണിയാ, വൃത്തിയുള്ള പണിയില്ല, വൃത്തിപ്പെട്ട പണിയിൽ. ഇവിടെ ഫുള്ള് ഗാർബേജ് ആയി കിടക്കുക. ഇത്രയും ഭംഗിയുള്ള ഐലൻഡ് ഇങ്ങനെയാണ്. നമ്മുടെ മാലിദ്വീപ്സിനെ പോലെയാണ് ലക്ഷദ്വീപ് എന്ന്. അപ്പോൾ ഞാനിപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് സ്വയം പുകയത്തിലൊന്നും എടുത്തൊരു കാര്യമല്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് തന്നെ അതേപോലെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതേപോലത്തെ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നമ്മൾ എത്തണം. നോക്കിയൊക്കെ ഇത് കണ്ടോ, ഇങ്ങനത്തെ നീളത്തിൽ തന്നെ കിടക്കാണ് വേസ്റ്റ്. നോക്കിയൊക്കെ എത്ര ഇതാണ്. ഈ ഒരു കാറ്റഗറി പെടുന്ന കുപ്പികൾ നിരോധിക്കാത്ത കാലത്തോളം ഇതിൻ്റെ ശല്യം ഒരിക്കലും ഒന്നും പോകത്തില്ല. ഈ ഒരു സാധനം നിരോധിക്കണം. നിങ്ങൾ ഇവിടെ ഉള്ളതാ? അത്രയും നീളത്തിൽ എന്താണ് വേസ്റ്റാണ്. പരളിയുണ്ട്. ബംഗാരത്ത് എങ്ങനെയാ? എന്താ അവിടെ മാത്രം ക്ലീൻ ആവാൻ കാണാം? സ്റ്റാഫ് ഉണ്ട് ഇവിടെ, അങ്ങനെ ആരും സ്റ്റാഫ് ഇല്ലേ അവിടെ. ബംഗാരത്ത് സ്റ്റാഫ് ഉണ്ട്. ഫുള്ള് ഞങ്ങളെ GM ക്ലീനിങ് വെൽ ക്ലീനിങ് ആണ്. ഓക്കെ. ആരും ഇല്ലാതെ കടന്നിട്ടാണ് ഇതിങ്ങനെ വരുന്നത്. ശരിക്കും ജനങ്ങൾ അറിയുന്ന നമുക്ക് ഉപകാരം കൊണ്ട് ജനങ്ങൾക്ക് എത്ര ഉപകാരം. ഒരുപാട് പ്രൈവറ്റ് ഗസ്റ്റുവിൻ്റെ അവിടെ മനോഹാരിതാണ്. ഇതെല്ലാം നമ്മായിട്ട് തന്നെ പോക്കിനാണ്. നുക്കാനും പിടിപ്പാനും ആൾക്കാരില്ല. നമ്മായിട്ട് നമ്മ നാട്ടിനെ നശിപ്പിക്കുന്നതാണ്. അതെ. കണ്ടോ, അവിടെ അറ്റങ്ങളോളം അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. എനിക്ക് യാതൊരു പവറും ഇല്ല. എനിക്ക് സർക്കാർ ജോലിയില്ല. എനിക്ക് ആ ഒരു സെക്ടറുമായി ബന്ധപ്പെട്ട യാതൊന്നുമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇതിനെതിരെ എൻ്റെ നാട് നശിക്കുകയാണ്. ഗാർബേജ് നിറഞ്ഞൊരു പ്ലേസ് ആവാണ്. പിന്നെ ഇനിയൊരു ഇത്രയും വൃത്തികെട്ട ബീച്ചിലേക്ക് ആരാ വരാൻ? നമ്മുടെ നാട് നല്ല ഭംഗിയുള്ള കടലുണ്ട്. നമുക്ക് മണ്ണാണെങ്കിൽ വൈറ്റ് സാൻഡാണ്. പിന്നെ ഇത് ഇങ്ങനെ നശിപ്പിക്കുന്നതിൽ ഞാൻ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ എന്താ ചെയ്യണമെന്ന് തന്നെ എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് നമ്മളെല്ലാവരും ഐക്യത്തോടു കൂടി ആദ്യം ഒരു യൂണിയൻ ഫോം ചെയ്യണം. ഇതിനെതിരെ മൂവ്മെൻറ്റ്സ് നടത്തണം. ഇൻഷാ അള്ളാഹ്. സ്കൂളിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ശുചിത്വത്തെക്കുറിച്ചൊക്കെ, എങ്ങനെയാണ് പൊല്യൂഷനെക്കുറിച്ചൊക്കെ പഠിക്കും. പക്ഷേ പ്രാക്ടിക്കലായിട്ട് അതിനെ ചെയ്യാനറിയില്ല. ഊതി വീർപ്പിച്ച് 100-ൽ 100 മാർക്ക് വാങ്ങുന്ന സിസ്റ്റമാണ് നമ്മൾക്ക് പ്രാക്ടിക്കൽ സ്കിൽ ഉണ്ടാക്കുന്നില്ല. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ എങ്ങനെയെങ്കിലും സ്കൂൾ ലെവലിൽ തന്നെ ഒരു വലിയ മാറ്റം വേണം. സ്കൂൾ കുട്ടികളൊക്കെ, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂൾ, അവിടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ക്ലീൻ ചെയ്യുന്നു, സ്കൂൾ ക്ലീൻ ചെയ്യുന്നു. എന്നിട്ട് ആ വേസ്റ്റ് കൊണ്ട് അടുത്തുള്ള പറമ്പിലേക്ക് ഇടുന്നു. ആ ഒരു സ്വഭാവമാണ് പിന്നീട് ആ കുട്ടികൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത്. അവർ കല്യാണം കഴിച്ചാലും അവർക്ക് മക്കളുണ്ട്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മക്കളുണ്ടാവുമല്ലോ. അപ്പോൾ ആ മക്കൾ ഈ തന്തയും തള്ളയിൽ നിന്ന് പഠിക്കുന്ന ഈ ഒരു സ്വഭാവമാണ്, വേറെ ഒന്നുമില്ല. ये क्या है? ये हमारा लक्षद्वीप है. ये मोदी ने इधर आया, वो वेस्ट मैनेज के लिए നമുക്ക് ഹിന്ദി അറിയില്ല, എന്ന് പറഞ്ഞു കൊടുക്കുമോ? തോടാ മാലൂം ഹേ, मालूम नहीं, थोड़ा हिंदी मालूम है. ये देखो ये गार्बेज देखो. लक्षद्वीप मालदीव, ये देखो पर वेस्ट मैनेजमेंट सिस्टम इधर नहीं है. ये क्या है? देखिए भैया, उस तरफ हम
इधर तक उधर तक प्लास्टिक वेस्ट है। क्या है ये, क्या है ये? प्लास्टिक वेस्ट मैनेजमेंट के लिए, पोल्यूशन मैनेजमेंट के लिए मोदी जी आप क्या किया? फर्स्ट आप क्लीन करो। में बाथरूम नहीं है, क्लोसेट नहीं है इस आइलैंड में। हमें क्लोसेट भी चाहिए। क्या है इस श्रीनगर आइलैंड में? क्लोसेट भी नहीं है। ये क्या है? मालदीव की क्या है? लक्षद्वीप क्या है? ഹിന്ദി അറിയത്തില്ല, ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഹലോ, എനിക്ക് ഹിന്ദി അറിയില്ല. ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ജനങ്ങൾ ശ്രദ്ധിക്കും എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത്. എനിക്കെങ്ങനെ എത്രത്തോളം എനിക്ക് പറ്റും അത്രത്തോളം ഞാൻ ചെയ്യുകയാണ്. ഓക്കെ, എന്നെ കളിയാക്കുന്നവരുണ്ടാവും എൻ്റെ ഹിന്ദി കേട്ടിട്ട്. പക്ഷേ എനിക്ക് പരാതിയില്ല. ജനങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഹിന്ദി അറിയുന്ന ആളുകൾ ഹിന്ദിയിൽ സംസാരിക്കുക, ലേഖനങ്ങൾ എഴുതുക. ഇംഗ്ലീഷ് അറിയുന്നവർ ഇംഗ്ലീഷിൽ സംസാരിക്കുക, ലേഖനങ്ങൾ എഴുതുക. നിങ്ങൾ ലക്ഷദ്വീപിനെ കാത്തു രക്ഷിക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത്തവണ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ചാനൽ എത്തിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ മറക്കരുത് പ്ലീസ്. പിന്നെ ലക്ഷദ്വീപിലേക്ക് വരികയാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാം. എൻ്റെ മൊബൈൽ നമ്പർ 9497369871.